ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും 128 തൗബ. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും തൗബ അവസാനത്തായിട്ട് ലഖദ് ജാഅക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു റസൂൽ മിൻ അൻഫുസിക്കും നിങ്ങളിൽ തന്നെ റസൂൽ അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾ കഷ്ടപ്പെടുന്നത് പ്രയാസമുള്ള റസൂൽ. നിങ്ങൾ കഷ്ടപ്പെടരുത്. ഹരീസുൻ അലൈക്കും നിങ്ങൾക്ക് നേട്ടം ലഭിക്കൽ ആ ആൾക്ക് വലിയ ആഗ്രഹമാണ്. അത്യാർത്ഥി ഹരീസ് അത്യാർത്ഥി എന്ന് പറഞ്ഞാൽ തൗബാന്റെ അവസാനത്തെ തൗബ തീരുന്ന അവിടെയാണ്. ലഖദ് ജാഅക്കും ഇതൊരു ഇബാദത്ത്, അതൊരു അമല, അതൊരു ദിക്റ. ആവർത്തിച്ച് പറയുന്ന ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെടുകയില്ല. അത് ദിവസം ആവർത്തിക്കുന്ന ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെടില്ല. എപ്പോഴും ആവർത്തിക്കുന്നതായിട്ടാണ്. പോകുക വരിക, എവിടെയും വാഹനത്ത് കയറുക ഇറങ്ങുക, എവിടെയും. ഞാൻ പണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലത്തെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ടീം ചെല്ലണം. ലഖദ് ജാഅക്കും റസൂലും. അത് പ്രൊട്ടക്ഷനാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും ആയുധം വാങ്ങിക്കൂട്ടുന്ന അറബികൾ വാങ്ങിക്കൂട്ടുന്ന ആയുധം ഇവിടെ ഒരു രാഷ്ട്രം വാങ്ങിക്കൂട്ടുന്നില്ല. ഒരു ചുക്കൂലൊക്കെ ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒല കയ്യിൽ ഒരു വാളില്ല. അറിയില്ല, മുഹമ്മദിയത്ത് ഇല്ല. ഇനി ഒരു വാളും ഇല്ലാതെ ഇറങ്ങി ഒരാള്, അയാൾക്ക് ഇതിനൊന്നും പേടിയില്ല. കാരണം അയാളെ കയ്യിൽ എന്തുണ്ട്? മുഹമ്മദിയത്തുണ്ട്. ഇതൊക്കെ പഠിക്ക്. അത് മനസ്സിലാക്കാതെ പോയിട്ടൊരു കാര്യമില്ല. അത് ഖുർആനിൽ ദർശിക്കാൻ നിനക്ക്. അതാണ് സുന്നത്ത്. നീ സുന്നത്തിന്റെ സുന്നത്താണെന്ന മുഹമ്മദ് നബിയെ ഷൂർബല. തൊപ്പിയാണ്. ഇതിനെങ്ങനെയിടാം? അങ്ങനെ ഇട്ടൂടെ? അങ്ങനെ എങ്ങനെയിടാം? ഈ രണ്ട് കൊമ്പും രണ്ട് സൈഡിലേക്കാക്കി ഇങ്ങനെ ഇടലാണ് എൻ്റെ പതിവെന്ന് സങ്കല്പിച്ചോ. അങ്ങനെ ഇടലാണ് എൻ്റെ പതിവെന്ന് സങ്കല്പിച്ചോ. അതിൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു ഹാബിറ്റ്. പിന്നെ ഇജി ഇന്നങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മരിച്ചിട്ട് പിന്നെ 30 കൊല്ലം ജീവിച്ചു. ഈ 30 കൊല്ലം തൊപ്പി ഇങ്ങനെ ഇട്. എൻ്റെ ഇപ്പം അൻവർക്കാക്ക നിങ്ങളെ തൊപ്പി ഇങ്ങനെ ഉസ്താദ് അങ്ങനെ ഇട്ട് എന്തിനാ? അത് ഓനോട്ട് അറിയില്ല. ആണോ അല്ലേ? അപ്പൊ ഇവിടെ മനസ്സിലായില്ല. ഇത് കൂലിട്ടാൻ നബാറ്റ് വിട്ടി പറയാ. ഇജി പറയാ എൻ്റെ അൻവർക്കാക്ക അല്ല ഉസ്താദ്, എനിക്ക് എൻ്റെ ഉസ്താദ് മതി. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? പറഞ്ഞത് ഇതൊരു കോട്ടിട്ടാണ്. ഒരു സദസ്സിലൊക്കെ ഒരു കോട്ടിട്ട് ഇന്നത്തെ അൻവർക്കാക്കപ്പങ്ങളൊരു കോട്ടിട്ട് അല്ല ഉസ്താദ് ഏതൊരു പരിപാടി പോകുമ്പോഴും ഒരു കോട്ടിട്ട് അജിന്ന 50 ഡിഗ്രി ചൂടിന് ചതടും. അപ്പൊ ആളുകൾ എന്നെ പിരാന്തെന്നറിയും, നരച്ചിട്ടു. എന്തുകൊണ്ട്? ഉസ്താദ് കൂട്ടിട്ട പരിപാടി പങ്കെടുത്ത്. അപ്പൊ ഉസ്താദിനെ ഷുർബിയതാ. അതിന്റെ ന്യായം പോലും എനിക്കറിയില്ല. അതുകൊണ്ട് മനസ്സിലായില്ല. എനിക്ക് ചൂടില്ല അവിടെ. എൻ്റെ വസ്ത്രത്തിന് കുറച്ച് കട്ടി കൂടുതലാണ്. അങ്ങനത്തെ വസ്ത്രം ധരിക്കുന്നത് എന്നെച്ച് മനസ്സിലാക്കണുള്ളൂ. അവിടെ ചൂട് എനിക്ക്, അതിൻ്റെ പേരിൽ പ്രത്യേക ചൂട് എനിക്കില്ല. പെണ്ണുങ്ങൾ പറയും ഈ വേനൽക്കാലത്ത് നെത്തിനാ കാക്കങ്ങളായിരുന്നു. ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല. എന്തുകൊണ്ട്? എൻ്റെ കുപ്പായത്തിൽ കോട്ടിടാതെ പരിപാടിക്ക് പങ്കെടുക്കും. എന്തുകൊണ്ട്? ഉസ്താദിനെ കുറിച്ചതാ. ഇതന്നെയല്ലേ സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ ഭാവങ്ങളാണ്. ആ ഭാവത്തിന് ന്യായം കണ്ടെത്താൻ കഴിയും. എന്താ ന്യായം? പരലോകത്ത് കൂലി കിട്ടണം. ഇയാൾക്ക് അതറിയില്ല. ഇയാൾക്ക് കൂലി വിഷയമല്ല. ഇയാള് എൻ്റെ നബി അങ്ങനെയാണ് ചെയ്തത്, അത് ഞാൻ ചെയ്യും. എനിക്ക് കൂലിയും വലിയ വിഷയം തന്നെയല്ല, എനിക്ക് നബിയാണ് വിഷയം. അവ 2 നിലക്ക് സുന്നത്തെടുക്കും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായത്. ഒന്ന്, ആ ഭാവങ്ങൾ, അതിന് ആത്മാവില്ല, അതിന് കൂലിയുള്ളൂ. 2, ആ വ്യക്തിയെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറ്റി. ഇനിയിപ്പോൾ അവിടെ കൂലിയില്ല, പിന്നെ ആ വ്യക്തിയാള് ഭാവത്തെ ഒരാൾ പിന്തുടരുമ്പോൾ അയാൾക്ക് കൂലിയാ പ്രതീക്ഷ. അതിൻ്റെയും പുറത്തുള്ള കൂലി. ആ വ്യക്തിയോട് ആത്മാർത്ഥമായി പിന്തുടരുമ്പോൾ അയാൾക്ക് ന്യായത്തിന്, ചോദ്യത്തിന് മറുപടി അറിയാൻ കഴിയില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ?
ഇപ്പോൾ പല്ലേക്ക് നബി വലത്തെ ഭാഗത്തോടെ തുടങ്ങിയത്, ദാൻ കിടത്തെ ഭാഗത്ത് തുടങ്ങിയത്. ഇത് ദന്ത ഡോക്ടറെ പോയി കണ്ടു, ഞങ്ങൾ നബി വലത്തെ ഭാഗത്ത് തുടങ്ങിയത്. ഇപ്പം എന്താ കാര്യം? എന്ത് നബിക്ക് എന്ത് അങ്ങനത്തെ? ഞാനിപ്പം എൻ്റെ PG കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ വലത്തെ ഭാഗത്ത് തുടങ്ങണമെന്നുള്ളൊരു ചാപ്റ്റർ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ പറയും നിങ്ങൾ കഴിഞ്ഞ 19-ാം നൂറ്റാണ്ടിൽ ഏതെങ്കിലും പല്ല് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല. മൂപ്പര് പഴയ എല്ലാം പരിശോധിച്ചു, എവിടെയും കാണില്ല. അല്ല, ഞാൻ ആയുർവേദത്തിൽ ഏറ്റവും വലിയ ഉണ്ടാവുക, ആയുർവേദം നോക്കുമ്പോൾ വലിയ കാണില്ല. എവിടെയും ചരകസൂത്രവും പിന്നെ എന്താ പറയുക, ചാണക്യൻ്റെ ഉപദേശങ്ങളെല്ലാം നോക്കിയിട്ട് പല്ലുവേദന വിപിനിസീനും എവിടെ നോക്കിയിട്ട് പല്ല് വലത്തുനിന്ന് തുടങ്ങണമെന്ന് കാണില്ല. മനസ്സിലാവുന്നു പറഞ്ഞത്? ഇനി ഇവിടെ രണ്ടെണ്ണുണ്ട്. പല്ല് വലത്തെ വലത്തും തുടങ്ങും എനിക്ക് കൂലിട്ടാൻ മതി. എന്തിപ്പം അങ്ങനെ? അതിന് ന്യായം അറിയില്ല. മറ്റോണിന് ഒരു ന്യായമില്ല. എൻ്റെ റസൂല് 1400 കൊല്ലം മുമ്പ് ഒരാൾ പല്ലേച്ചത് വളർത്തുന്നതാണ്. എനിക്കതിലൊന്നും വേണ്ട, ഞാൻ അയാളാണ്. ഈ കൂലിയും പല്ലിയൊന്നും വേണ്ട തന്നെ. ആർക്കവിടെ കൂലിയുണ്ട്? എനിക്ക് ആ ആൾക്ക് അവിടെ അയാളാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അള്ളാനെ മുന്തിച്ചു. കാരണം അള്ള മുന്തിച്ചത് ആരെയാണ്? റസൂലിനെയാണ്. എൻ്റെ ചില ഏരിയകളോട് ഞാൻ കാണിച്ചു തരാം. അള്ളാഹ് മുന്തിച്ചു. അപ്പൊ റസൂലിന്റെ ആളാ. റസൂലിന്റെ ആൾക്ക് മാത്രമേ ദജ്ജാലിനെ തകർക്കാൻ കഴിയുള്ളൂ. റസൂലിന്റെ ആളാകണം. അല്ലാത്ത കാലത്തോളം ദജ്ജാലിനൊരു ചുക്കും നിനക്ക് ചെയ്യാൻ കഴിയില്ല. ദജ്ജാലിന്റെ ആളായി മാറും നീ. വഹാബികൾ ദജ്ജാലിന്റെ ആളുകളാണ്. നല്ലപോലെ ചിന്തിക്കണം. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ വഹാബികളെ അങ്ങനെ കൂട്ടിപ്പിടിക്കണം എന്നൊക്കെയാണ് വലിയ വലിയ തങ്ങന്മാരായി ജനങ്ങളുടെ പൈസ വാങ്ങി പിടുങ്ങി നടക്കുന്ന ആധുനിക പക്ക തങ്ങന്മാർ വിളിച്ചു പറയുന്നത്. അങ്ങനത്തെ സ്റ്റേജുകൾ ഈ അടുത്ത ദിവസം വരെ നാട്ടിലുണ്ടായി. ജനങ്ങൾ വരെ ബഹുമാനിക്കും. കാരണം അതിന് മാത്രം തടിയും തൂക്കമുണ്ട്. തടിയും തൂക്കമുള്ള തങ്ങന്മാരാണ് ജനങ്ങൾ കൂടുതൽ ബഹുമാനിക്കുക. തങ്ങളാണേനും തടി തൂക്കമുണ്ട്. അപ്പോൾ അവർക്ക് എന്തും പറയാം. നമ്മൾ പറഞ്ഞതിന് വരെ ഉണ്ടാവില്ല, അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധിയുടെ കാലത്ത് ഖവാരിജിനോട് യുദ്ധം ചെയ്യാതിരിക്കേണ്ടതല്ലേ സയ്യിദ്നാ അലി? അതിനേക്കാളും വലിയ പ്രതിസന്ധി എന്നുണ്ടായത്? 6 മാസം അലി റളിയല്ലാഹു അൻഹു ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. ആ ജാതി പ്രതിസന്ധി. എന്നിട്ട് യുദ്ധം ചെയ്യണം ഖവാരിജിനോട്. ഈ ഖവാരിജ് 5 വക്ത് ഖുർആൻ ഓതും, 5 വക്ത് നിസ്കരിക്കും, ഖുർആൻ ഓതും. കാര്യം 5 വക്ത് നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. അവരെ താടിന്റെ നീളത്തിനത്തിന് വേറെ ആർക്കും താടി ഒരു തലയെ കെട്ടും, വാലിട്ട് തലയെ കെട്ടും. അവർക്ക് എല്ലാം ഉണ്ട്. യഖ്റഊനൽ ഖുർആന. അവരെന്ത് ചെയ്യും? ഖുർആനോടും കാര്യം. ആ ജാതി ജനത ഇവരെ പുറത്തേക്ക് നിർത്തിയിട്ട് യുദ്ധമാണ് തുടങ്ങി. ആര്? സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹു. ഇന്നിപ്പോൾ പറയുന്ന ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ഇപ്പോൾ BJP ഭരിക്കുന്ന പ്രതിസന്ധിയുടെ കാലമാണ്. അതുകൊണ്ട് സലഫി വഹാബികളെ നമ്മൾ പുറത്താക്കാൻ പാടില്ല, അവരെയും കൂട്ടിപ്പിടിക്കണമെന്ന്. ആകെയോ ഇതൊരു സ്കെൽറ്റാ. എത്ര എൻ്റെ തൂക്കം? അതെ, 65. ഓക്കെ, അത് എല്ലിൻ്റെ കനം കൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ കണ്ടത് 45-നേക്കാൾ കയറും. അല്ലത് ഉഷാറാക്കട്ടെ. അൽഹംദുലില്ലാ. അപ്പൊ നോക്ക്, നിങ്ങൾ ഉദാഹരണം പറയാം. ഉദാഹരണം നിങ്ങൾ എത്ര മോനെ? 59. ഞാൻ ഒന്നും കൂടെ നല്ലത്. അപ്പൊ നോക്ക്, കല്യാണം കഴിച്ചോ? അൽഹംദുലില്ലാ. അപ്പൊ ഇത് 59 ആണോ? ഞാൻ 50 വേറെ ഒരാള്. നിങ്ങൾ എത്ര കുട്ടി? 62. അങ്ങനെ പറ്റൂല. ഞാൻ പറഞ്ഞ മോനെ, ഇത് 59, ഞാൻ 50 ഉള്ള ഒരാൾക്ക്, ഒരാള് 59. ഒരു പെണ്ണിന് മുന്നിൽ നിൽക്കാൻ മാത്രമല്ല. ആ സമയത്ത് എൻ്റെ തടിമ നീര് വന്നെന്ന് വെച്ചോ. തടിമ നീര് വന്നു. ഇത് മാനം കെട്ട അവസ്ഥയിലാണ്. എന്ത്, ഒരു പെണ്ണ് പോയി കാണാൻ വരെ എനിക്ക് പറ്റൂല. കാരണം ഒരു പെണ്ണിന്റെ മുന്നിൽ നിൽക്കാൻ മാത്രമുള്ള ഒരു നെഞ്ചിന്റെ ഒരു വീതിയോ ഒരു തടിയോ തൂക്കമൊന്നും എനിക്കില്ല. ഈ ജാകളിൽ 10-35 കിലോനാണ്. അപ്പോഴാണ് എനിക്ക് നീര് വന്നത്.
നീര് വന്നപ്പോൾ കുപ്പായം ഒന്നും കൊള്ളാതെ പുതിയ കുപ്പായ കണ്ടിട്ട് പാൻറ്റിട്ട് ഇപ്പൊ ജെന്റൽമാനായി. പിന്നെ പെണ്ണിട്ട് ഒരുങ്ങിയാൽ ഇജ് അമുക്കോ ജാര. മനസ്സിലായില്ല? ഇപ്പൊ ഈ പ്രതിസന്ധി ഒരു പെണ്ണ് കണ്ടാലും ഓനെ പറ്റില്ല, ഒരു എല്ലുമ്പനും ഓനൊക്കെ എൻ്റെ പുതിയപ്പിളാണ്. അങ്ങനെ പെണ്ണായ പെണ്ണ് മുഴുവൻ എന്നെ റിജക്റ്റ് ചെയ്യുന്ന എൻ്റെ പ്രതിസന്ധി കാലത്താണ് എനിക്ക് എന്ത് വന്നത്, നീര് വന്നതെങ്കിൽ ഞാൻ നീരിനെ അലങ്കാരമായി കാണുകയാണെങ്കിൽ എന്നെപ്പോഴത്തെ അമ്മക്കാര വേറെ ആരാ? ഇതെന്നല്ലടാ ഈ വാബിള കൂടി പിടിക്കൽ. ഇത് ഒറിജിനലിന് തടിമ നീര് കൂടിയതാണ്. ഇത് കേടാണ്. സമുദായത്തിൽ നിന്ന് നീര് കയറിയതാണ്. എന്ത് പറയുടെ ചങ്ങായി, ഇതിന്റെ മേലെ കുപ്പായിട്ട് പിടിക്കാത്ത പ്രതിസന്ധിക്കാരൻ മറ്റൊരു പെണ്ണിട്ടാതെ കുടുങ്ങിയ കാലാണ്. നല്ല തടിയും തൂക്കമുള്ള ജെന്റൽമാൻ വരെ പെണ്ണിട്ടാത്ത കാലത്ത് ഈ എലുമ്പനാശാരിയായ എനക്കാരെ പെണ്ണുതരാ. അപ്പോഴാണ് എനിക്ക് നീര് വന്നതുകൂടെ സന്തോഷമായി. എന്ത് ഇനി ആരെ മുന്നിലും പോകാം. പുതിയ ഫോട്ടെടുത്ത് അപ്പം എല്ലാവരും എന്നെ പറഞ്ഞു, ഓ പറ്റും. അത് സെക്കീനാക്കും മറിയമ്മനൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ഇത് തിരക്കടില്ല. ഓ സത്യത്തിൽ ഇതെന്താണ്? നേരാണ്. അനക്കാണ്ട് പ്രതിസന്ധിയുടെ കാലം ഒരു പെണ്ണുവിനെ പറ്റുന്നില്ല. അനക്ക് എന്തുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ആ നീര് കുത്തിക്കളയാൻ എന്താണ് വൈദ്യം നോക്കലല്ലേ ചെയ്യേണ്ടത്? ആ നീരിനെ കൂട്ടിപ്പിടിച്ചാൽ എന്റെ കിഡ്നി പോവില്ലേ? അപ്പൊ സമുദായത്തിന്റെ കിഡ്നി ഇപ്പം ഡയാലിസിസിൽ എത്തിക്കേണ്ട സമയം. അപ്പൊ ആ സമയത്താണ് ഇപ്പൊ ഈ നീര് കൂട്ടിപ്പിടിക്കുന്നത്. ഇത് തടിന്റെ നീരാ, ഇത് തടിയല്ല, ഇത് ഒറിജിനൽ തടിയല്ല, നീര് കൂടിയതാ. വാബിൾ നീര, രക്തല്ല, നീരാണ്. എല്ലാം അങ്ങനെ കൂട്ടിപ്പിടിച്ച ഒരു ചുരുക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. തല കൊടുത്തിട്ട് ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. കേട്ടോ, അല്ലാഹു മുന്തിച്ചതിന് നീ മുന്തിക്കണം. എന്നിട്ട് ഖുർആൻ, അതെന്നെ ഖുർആൻ. ബാക്കി നിന്റെ ഹവയാ, ബാക്കിയൊക്കെ നിന്റെ ഹവയാ. ഞാൻ ചില ഏരിയകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില ഏരിയകൾ ഓടിച്ച് കാണിച്ചു തരാം. ചില ഏരിയകൾ ഞാൻ ഫാത്തിഹ സൂറത്ത് കാണിച്ചതില്ലേ? ഫാത്തിഹ സൂറത്ത് റസൂലുള്ളാഹിനെ മുന്തിച്ച് എല്ലാത്തിലും റസൂലുള്ളാഹിനെ കാണും. എവിടെയും റസൂലിനെ മുന്തിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. അല്ലാഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഞാൻ സൂറത്തുൽ ഹുജറാത്തിൽ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് കാണിച്ചു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ. ആല ഇംറാൻ. അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്തു. ഖുർആൻ കൊടുത്തതല്ല, നബി അയച്ചു കൊടുത്തു. യത്ലു അലൈഹിം ആയാതി, നബി ആയത്തോതി കൊടുത്തു. അപ്പോൾ മുന്തിച്ചതാര്യ? റസൂലിനെയാണ്. ആല ഇംറാൻ 164. അള്ളാഹു മുന്തിച്ചത് ഖുർആനെ അല്ല, അള്ളാഹു മുന്തിച്ചത് റസൂലിനെ. റസൂലിനെ ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ ഒരിക്കലും തകരൂല, ഒരിക്കലും പേപ്പിക്ക് ഒരാൾക്ക് കഴിയില്ല. അതേ സമയത്ത് റസൂലിനെ മാറ്റി ഒരാൾ ഖുർആൻ കൊണ്ട് ദജ്ജാലിയത്ത. മനസ്സിലായില്ല? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം ചൊരിഞ്ഞു. ഇത് ബഅസ ഫീഹിം റസൂലൻ. അല്ലാഹു തആല റസൂലിനെ അയച്ചു കൊടുത്തു. അപ്പൊ അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾ അനുഗ്രഹം ഖുർആൻ കൊടുത്തതല്ല. എന്താണത്? റസൂലിനെ കൊടുത്തതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ആല ഇംറാൻ 164. ചിന്തിക്ക്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ നൂറുഹു മുഹമ്മദുൻ വകിതാബുഹു അൽ ഖുർആൻ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. മാഇദ 15. നൂറുഹു മുഹമ്മദുൻ. ഖദ് ജാഅകും മിനല്ലാഹി, തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, മിനല്ലാഹി അല്ലാഹുവിൻ നൂറുൻ, പ്രകാശം വന്നു, അത് മുഹമ്മദാണ്. എല്ലാ മുഫസ്സിരീങ്ങൾ പറഞ്ഞു നൂറുഹു മുഹമ്മദുൻ വകിതാബുൻ മുബീൻ. പിന്നെ പറഞ്ഞത് ഒന്നാമത് മുഹമ്മദാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. കിതാബിനെ രണ്ടാക്കി പറഞ്ഞു, നൂറൊന്നാക്കി പറഞ്ഞു. നൂറാണ് മുഹമ്മദ്. അള്ളാഹുവിൽ നിങ്ങൾക്ക് പ്രകാശം വന്നു. ആ പ്രകാശത്തിനെ ഇരുട്ടാക്കാൻ ഒരാൾക്ക് കഴിയില്ല. ഖുർആൻ ഇരുട്ടാക്കാൻ കഴിയും. കാരണം ഖുർആൻ, വഹാബിയുടെ ഖുർആൻ ഇരുട്ടാണ്, മൗദൂദിയുടെ ഖുർആൻ ഇരുട്ടാണ്, ഖാദിയയുടെ ഖുർആൻ പെരുവിരുട്ടാണ്. മനസ്സിലായില്ലേ? അതിന് വെളിച്ചം കിട്ടൂല, അത് ഇരുട്ടാണ്. അതേ സമയത്ത് മുഹമ്മദിയത്തിൽ വെളിച്ചല്ലാതൊന്നുമില്ല. ഖദ് ജാഅകും മിനല്ലാഹി, അല്ലാഹുവിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു നൂറുൻ,
അന്നൂറുൽ മുഹമ്മദി കിതാബ്. എല്ലാ കാലത്തും ജനങ്ങൾ അതിനെ കാത്തിരുന്നു. നിങ്ങൾക്കതിന് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ അത് കാത്തിരുന്നതാണ്. എല്ലാവരും കാത്തിരുന്നതാണ്. നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങളുടെ മുന്നിലേക്ക് അതിന് വന്നു. നൂറുൻ മാഇദ 15. ചിന്തിക്കണം. എവിടെയും കഴിഞ്ഞ ആഴ്ച ഞാൻ ആലി ഇമ്രാൻ 81-ാമത്തെ ആയത്ത് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദീകരിക്കണില്ല. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും 128 തൗബ. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. لقد جاءكم توبة نفسان تحت توبة نفسان تحت توبك محمد وانينم لين أركولا توبة نفسان تحت. لقد جاءكم തീർച്ചയായും നിങ്ങൾക്ക് വന്നിരിക്കുന്നു റസൂൽ മിൻ അൻഫുസിക്കും നിങ്ങളിൽ തന്നെ റസൂൽ. അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾ കഷ്ടപ്പെടുന്നത് പ്രയാസമുള്ള റസൂൽ. നിങ്ങൾ കഷ്ടപ്പെടരുത്. അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ ആൾക്ക് വലിയ പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും നിങ്ങൾക്ക് നേട്ടം ലഭിക്കൽ ആ ആൾക്ക് വലിയ ആഗ്രഹമാണ്. അത്യാർത്ഥി. ഹരീസ് അത്യാർത്ഥി. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം നിങ്ങളോട് വലിയ കൃപയും വലിയ കരുണയുമുള്ള ആളാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തൗബാന്റെ അവസാനത്തെ തൗബ തീരുന്ന അവിടെയാണ്. ലഖദ് ജാഅക്കും ഇതൊരു ഇബാദത്ത്, അതൊരു അമല, അതൊരു ദിക്റ. ഇത് ആവർത്തിച്ച് പറയുന്ന ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെടുകയില്ല. അത് ദിവസം ആവർത്തിക്കുന്ന ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെടില്ല. എപ്പോഴും ആവർത്തിക്കുന്നതായിട്ടാണ്. പോകുക വരിക, എവിടെയും വാഹനത്ത് കയറുക ഇറങ്ങുക, എവിടെയും. ഞാൻ പണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വലത്തെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു വട്ടം ചെല്ലണം. ലഖദ് ജാഅക്കും റസൂലുൻ, അത് പ്രൊട്ടക്ഷനാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ. ഫഇൻ തവല്ലൂ അത് കേട്ടിട്ട് അവർ പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ റസൂലിനെ വലിയൊരാളായി മനസ്സിലാക്കാൻ അവർക്ക് ഫഖുൽ ഹസ്ബി, എനിക്കെൻ്റെ റബ്ബ് മതി, ഞാനും റബ്ബും ഞാൻ ഒത്തിട്ടാണ് നിങ്ങൾ പണി വയ്ക്കുന്നു പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ലഖദ് ജാഅക്കും ജനങ്ങളെ നിങ്ങൾക്ക് വന്നു റസൂലുൻ നിങ്ങൾ നിന്ന് റസൂൽ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾ കഷ്ടപ്പെടുന്ന ആ മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും നിങ്ങൾക്ക് നേട്ടം ലഭിക്കാൻ ആ ആൾക്ക് വലിയ അത്യാർത്ഥിയാണ്. പിന്നെ ബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളായ നിങ്ങളെ കൊണ്ട് ആ ആൾക്ക് റഊഫ് കൃപ, വല്ലാത്ത കൃപയാണ്. റഹീം വല്ലാത്ത കരുണയാണ്. ഇങ്ങനത്തെ റസൂലിനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ബോധ്യപ്പെട്ടോളി. ഫൈൻ തവല്ലു ഇതൊരു കൂട്ടർക്ക് മനസ്സിലാവണില്ല. ഈ നിധി മുതൽ ഈ മാണിക്കക്കല്ല് റസൂലാന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ പിന്തിരിഞ്ഞു പോയിക്കോട്ടെ. ഫഖുൽ നിങ്ങൾ പറഞ്ഞാൽ നബിയെ ഹസ്ബി അല്ലാഹ് എനിക്കെൻ്റെ റബ്ബ് മതി, നിങ്ങൾ പോയിക്കോളി. ഞാൻ മാണിക്കക്കല്ലാന്ന് വിചാരിച്ചാൽ മാത്രം വന്നാൽ മതി. ഇനി എന്തെങ്കിലും കേൾക്കണ്ട്? ഫഇൻ തവല്ലൗ നിങ്ങൾ വലിയ ആളാന്ന് അംഗീകരിക്കാൻ കഴിയാതെ ഒരു കൂട്ടർ പിന്തിരിഞ്ഞാൽ പോവുകയാണെങ്കിൽ എടാ വഹാബിയത്ത് വരേണ്ടതിൽ ഈ മാണിക്കക്കലിനെ തിരിയാത്തവരാണ് ആര്? വഹാബികൾ. അവർക്ക് തിരിയില്ല, മാണിക്കക്കലിനെ തിരിയില്ല, അവർക്ക് സുന്നത്തെ തിരിയുള്ളൂ. അപ്പോൾ ഫഖുൽ ഹസ്ബി അല്ലാഹ് ഒരു തൗഹീദിൻ്റെ ആളുകളല്ല. അവർക്ക് ആളാകാൻ നടക്കുമ്പോൾ ഭരണ വർത്താന തൗഹീദ്, അവർക്ക് തൗഹീദുമില്ല. എന്തോ ഇത് അവർക്കുള്ളത്? തൗഹീദ് അള്ളാഹ് മുന്തിച്ചിനെ മുന്തിക്കലാണല്ലോ, അല്ലേ? പറയും മനുഷ്യൻ. അള്ള മുന്തിച്ചിനെ മുന്തിക്കലും അള്ള പറഞ്ഞതിനെ പറയലും അള്ള വെച്ചോടുത്ത് വെക്കലും അതല്ലേ തൗഹീദ്? പറ മനുഷ്യൻ. അള്ള ഏകനാന്ന് പറഞ്ഞാൽ മതിയോ? മൊയ്തീൻ ഷേഖ് വലിയ ആളാന്ന് പറഞ്ഞ തൗഹീദല്ലേ? അള്ള മുന്തിച്ചൊരാളാണല്ലോ. കണ്ണിയത്ത് വലിയതാന്ന് പറഞ്ഞ തൗഹീദല്ലേ? ആണോ? അല്ലേ? വിഡ്യെ പമ്പര വിഡ്യെ കണ്ണിയത്ത് വലിയതാളാണ് തൗഹീദല്ലേ? അള്ള മുന്തിച്ചൊരാളല്ലേ? അതിനെ മുന്തിക്കലല്ലേ തൗഹീദ്? പറ ആണോ? അല്ലേ? കണ്ണിയത്തറ ഒറ്റക്ക് പടും മുളച്ചല്ലോ. കണ്ണിയത്തറ അള്ള വലുതാക്കിയ ഒരാളല്ലേ? മമ്പർത്ത തങ്ങൾ വലിയ ആളാറുന്നത് തൗഹീദാണോ തൗഹീദിനെതിരാണോ? അത് തൗഹീദല്ലേ? എങ്ങായി എന്ത് മമ്പർത്തങ്ങളാക്കിയത് ആരാണ്? അള്ളാഹു അല്ലേ? മറ്റേതെന്റെ വലിയ നിനക്ക് കല്ല് കിട്ടി, എനിക്ക് മാണിക്കല്ലും കിട്ടി. അപ്പൊ ഇഞ്ഞ കളിയാക്ക കല്ല് കല്ലനെ മൂലങ്ങൾ വണ്ടി വിട്ടിടുന്ന അതിനെന്ത് പിരാന്ത് തന്നെ അർത്ഥം? മാണിക്കല്ലും കല്ലൂർ പോലെ എല്ലാവരും അറിയാം. ശേഖം പായശിക്കും നമ്മൾക്ക് ഓക്കെ 5 സംസ്കരിച്ച് ജീവിച്ചു. അതല്ലേ പിരാന്തല്ലേ?
മാണിക്കക്കല്ലിനെ കല്ലാക്കിയവൻ തന്നെയാണ് മറ്റിന് വെറുങ്കല്ലാക്കിയത്. ഇതിനെ വെറുങ്കല്ലതാക്കിയവൻ മറ്റേ മാണിക്ക. അപ്പം ഈ വെറുങ്കല്ല് കിട്ടിയവനെ അംഗീകരിക്കണം. എന്ത്? ഞമ്മക്കിത് കിട്ടിയിട്ടില്ല, പക്ഷെ അത് മാണിക്കക്കല്ലെന്ന് അംഗീകരിക്കണം. അത് അതിനെ മാണിക്കക്കല്ലതാക്കിയ ആരാണ്? അള്ളാഹുവാണ്. മൊയ്തീൻ ഷേഖിനെ വലിയ ആളാന്ന് അംഗീകരിക്കൽ തൗഹീദാണ്. കാരണം മൊയ്തീൻ ഷേഖ് പടുമുളച്ച് അള്ളാഹ് ഉണ്ടായതല്ല. മനസ്സിലാണ്ട് പറഞ്ഞ അബൂജഹലിനെ നിന്ദിക്കൽ തൗഹീദാണ്. കാരണം അള്ളാനെ നിസ്സാരപ്പെടുത്തിയവൻ, അള്ളാൻ റസൂലിനെ നിസ്സാരപ്പെടുത്തിയവൻ, അവനെ നിന്ദിക്കൽ തൗഹീദാണ്. അബൂജഹലിനെ നിന്ദിക്കൽ തൗഹീദാണ്. അബൂലഹബിനെ നിന്ദിക്കൽ തൗഹീദാണ്. സിദ്ദീഖിനെ റളിയല്ലാഹു അൻഹു മുന്തിക്കൽ തൗഹീദാണ്. കാരണം മുഹമ്മദിയത്തിന്റെ വലുപ്പത്തിനെ കണ്ട ആളാണ് ആര്? മനസ്സിലാക്കിയ സിദ്ദീഖ്. അത് മനസ്സിലാക്കാത്തവനാണ് അബൂലഹബും അബൂജഹലും. ഇതൊക്കെയാണ് തൗഹീദ്. തൗഹീദ് അല്ലാത്തൊരു ചുക്കു ലോകത്തില്ല. മനസ്സിലായില്ല? അതെന്താ മനസ്സിലാക്കാത്തത്? വേറൊരു മാതിരിയാണ് കുറുന്തോട്ടിക്ക് കഷായത്ത് കൂട്ടാൻ പറ്റിയ തൗഫീഖ് കൊടുത്തവൻ ആരാണ്? അത് തൗഹീദിന്റെ ഭാഗമല്ലേ ഈ കുറുന്തോട്ടി? അഥവാ തൗഫീഖ് അതൊരു സാധനമാണ്. എന്ത് കുറുന്തോട്ടി എന്നറിയാൻ പറ്റും? കുറുന്തോട്ടിയിൽ ഈ മരുന്നിന്റെ ഔഷധത്തിന്റെ ഗുണം വെച്ചവൻ ആരാണ്? അള്ളാഹു. ആരാണ്? റബ്ബിന്റെ മോലല്ലേ. ഓരോന്നിനെയും പ്രിൻസിപ്പളാക്കിയുള്ള യോഗ്യത. അപ്പൊ പ്രിൻസിപ്പലിനെ അംഗീകരിക്കുന്ന ഒരു മതത്തിന്റെ ഭാഗമാണ് ഇത്. അങ്ങനെ തന്നെയല്ലേ ഒരു പ്രിൻസിപ്പാളെ അംഗീകരിക്കൽ, ഒരു കല്ലിനെ കല്ലാണെന്ന് സ്വർണത്തിനെ സ്വർണ്ണമെന്ന് മനസ്സിലാക്കൽ, വെള്ളിയും തങ്കാണെന്ന് മനസ്സിലാക്കൽ, അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. കാരണം ഇതിനൊക്കെ ഇതൊന്നും ഇവിടെ പടുമുളച്ചുണ്ടായതല്ല, ആരും ഉണ്ടാക്കാനുണ്ടായതും അല്ല. നിരീശ്വരവാദി പറയും പോലെ ആരുണ്ടാക്കിയതാണ്? അള്ളാഹു ഉണ്ടാക്കിയതാണ്. തള്ളാട്ട് ചിന്തിക്ക് പറഞ്ഞോക്കെ. അപ്പോൾ നോക്കി ലഖദ് ജാഅക്കും, അർത്ഥം വെക്ക്. ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് എത്തി. റസൂലുൻ റസൂൽ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂൽ. നിങ്ങളെപ്പോലത്തെ ശരീരം, മനുഷ്യൻ അങ്ങനത്തെ റസൂൽ. ഒരു മലക്കിനല്ല ഇറക്കിയത്, ഒരു മനുഷ്യന്. പോണ്ട അർത്ഥമുണ്ട്, ഒരർത്ഥാണ്. ഇനി അർത്ഥമുണ്ട്. പിന്നെ അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ മനുഷ്യന് സഹിക്കാൻ കഴിയില്ല. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് നേട്ടം കിട്ടാൻ ആ മനുഷ്യന് വല്ലാത്തൊരു അത്യാർത്ഥിയാണ്. ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് റഊഫ്, വലിയ കൃപയാണ്. റഹീം, വലിയ കാര്യം. അങ്ങനത്തെ റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആ റസൂൽ ഇപ്പോഴും നിങ്ങളെടുത്തുണ്ട്. ഫൈൻ തവല്ലോ, ഇത് അംഗീകരിക്കാത്ത ഒരു കൂട്ടർ പുറകോട്ട് പോവുകയാണെങ്കിൽ, നബിയെ ഫഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി എന്നാണ്. ഓലൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങളെ പറഞ്ഞു കൊടുത്തത് ഓല് നിങ്ങളൊപ്പം കൂടി നിങ്ങളെ സഹായിക്കാനല്ല, ഓല് രക്ഷപ്പെടാനാണ്. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾ ആദ്യം ലെവലായിരിക്കും. ഇവരെ അല്ലാഹു തആല പ്രേരിപ്പിച്ചിട്ട് നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടിയതാണോ? എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. മനസ്സിലുണ്ട് പറഞ്ഞത്. ഇപ്പൊ എനക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. എന്തിനാ പരസ്യം കൊടുത്തത്? ആളെ കൂട്ടാനല്ലേ? പറയടാ ചങ്ങായി, ആളെ കൂട്ടാനാണല്ലോ അല്ലേ? പറ, ആളെ കൂട്ടാനാണ് പരസ്യം കൊടുത്തത്. അപ്പൊ പ്രേരണ വരും. പ്രേരിപ്പിക്കൽ ആളെ കൂട്ടാനാ. ഇതൊരു പ്രേരിപ്പിക്കലല്ലേ? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്നത് പ്രേരിപ്പിക്കലാണോ? അല്ലേ? പ്രേരിപ്പിക്കലാണ്. എന്നിട്ട് എന്റെ പിന്നെ അള്ളാഹ് പറഞ്ഞ് ഫൈൻ തവല്ലു ഫഖുൽ ഹസ്ബി അല്ലാഹ്. എന്തിനാ പ്രേരിപ്പിച്ചത്? എന്തിനാണെന്നറിയോ? ഇജ്ജ് രക്ഷപ്പെടാനാ. തിരിഞ്ഞിട്ടില്ല. ഇജ്ജ് രക്ഷപ്പെടാനാണ്. റസൂലിന് ഞാൻ തന്നെ മതി. 4 വരെയാ. പിന്നെ അതായത് നിങ്ങളിത് വിചാരിച്ച കമ്പനി പരസ്യമല്ല ഞാൻ ഈ ചെയ്തത്. ഈ ആൾക്ക് നിങ്ങൾ ആവശ്യമില്ല. ഈ ആൾക്ക് ആര് മതി? ഞാൻ മതി. പിന്നെ നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങൾ നന്നായിക്കോട്ടെ എഴുതിയിട്ടാണ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? മനസ്സിലായില്ല. ഇതിവിടെ കൊടുക്കണം. എന്ത് ഫൈൻ തവല്ലോ? ഇങ്ങനത്തെ ഒരു മാണിക്കക്കല്ലായ റസൂലിനെ മനസ്സിലാക്കാൻ കഴിയാതെ അവർ പിന്തിരിഞ്ഞു പോയാൽ ഫഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് റബ്ബ് മതി എന്ന് പറഞ്ഞാൽ നബി ഫഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി തവക്കൽതു, അള്ളാഹ് നബിയിൽ ഞാൻ ബരമേൽപ്പിച്ചു, എനിക്ക് റബ്ബ് മതി. അപ്പൊ നിങ്ങൾ വന്നാലോ എന്നാലും എനിക്ക് റബ്ബ് മതി, നിങ്ങൾ വന്നിട്ടില്ലെങ്കിലോ എനിക്ക് റബ്ബ് മതി. പിന്നെ എന്തിനാ നിങ്ങൾ വരാന്ന്? നിങ്ങൾ നന്നായിക്കോട്ടെ. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളിയായ ആണെന്ന് സങ്കല്പിച്ചോ. അനക്ക് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആവശ്യമില്ല. അനക്ക് കോടാനക്കോടിൻ്റെ വരുമാനമുണ്ട്.
എന്നിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് പരസ്യം കൊടുക്കും. എന്തിനാ പരസ്യം കൊടുക്കണം? എന്തിനാ കൊടുക്കണം? 4 ആൾ പഠിച്ച് നന്നായിക്കോട്ടെ. ഈ ആളുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു ചുക്കും വരാൻ പോണില്ല. അതൊക്കെ എൻ്റെ പുല്ലൂട്ടിക്ക് വലിച്ചെറിഞ്ഞ തൗടിൻ്റെ അത്രേ ഉള്ളൂ. എനിക്ക് അത്രയും വലിയ മുതലാളിയാജി ഇന്നോട് പരസ്യം കൊടുക്കണതിനാ. അങ്ങനെ വെക്ക്. അവിടെ പരസ്യം കൊടുക്കുള്ളൂ. എന്തിനാ പരസ്യം കൊടുക്കണത്? പരസ്യമില്ലാതെ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു പണിയില്ലാത്ത കുട്ടികൾ നടക്കുമ്പോൾ ആ തേരാപ്പാരയിൽ ഗൾഫ് പോകാൻ വരെ ഒരു ഉദ്യോഗ ട്രേഡ്, ഒരു എന്താണ് ട്രേഡ് എന്ന് അറിയില്ല. ആ സമയത്ത് പിന്നെ ഒരാൾ പറഞ്ഞു, പിന്നെ ഒരാൾ കൊണ്ടോട്ടി അങ്ങാടിന്ന് ഒരാളോട് പറഞ്ഞു, അവിടെ അൻവറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് മറ്റേ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ക്ലിയർ, ആ കമ്പ്യൂട്ടറിലും മറ്റേ ഡിസൈനും അതും ഇതും ഇതൊക്കെ നിങ്ങൾക്കൊന്ന് പഠിച്ചുകൂടായിരുന്നു. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കൂലി പരസ്യപ്പെടുത്തണ്ടേ, നമ്മളിത് അറിയണ്ടേ? നിങ്ങൾക്ക് മനസ്സിലായി? അവിടെ പരസ്യപ്പെടുത്തത് ആൾ കൂടാനല്ല, പിന്നെന്തിനാ? രണ്ടാൾ പഠിച്ചിട്ടൊരു പണി കൊടുത്ത് ഒരു അന്നം വാങ്ങിക്കോട്ടെ എന്ന് ചിന്തിച്ചാണല്ലോ ജി. നീ ആരും വന്നില്ലെങ്കിൽ എനിക്കൊരു ചുക്കില്ല. ഇപ്പൊ ഇന്ത വല്ല ഫക്കുൽ ഹസ്ബി അല്ലാ, അതല്ലേ എൻ്റെ അർത്ഥം? അപ്പൊ ഇവിടെ പരസ്യം കൊടുത്ത എന്തിനാ? നിങ്ങളെന്നായിക്കോട്ടെ പോന്താ ഇയാളെ. റസൂൽ നിങ്ങളെ ആവശ്യത്തിനല്ല. റസൂലിനെ ഞാൻ മുന്തിച്ചതാണ്. എൻ്റെ റസൂലിന് എന്തിനാ നിങ്ങൾ ഈ രണ്ടു വട്ടം തുമ്മിയാലും ആകെ ടൗസർ കൂടി മൂത്തിരിക്കണം? എന്താ കാര്യം? ഉഷാറായി 2 വട്ടം തുമ്മാണെങ്കിൽ നിങ്ങൾ ടൗസർ കൂടി മൂത്തിരിക്കും. ആ ജാതി നിങ്ങളിപ്പോൾ നബിൻ്റെ ഒപ്പം പോയിട്ട് നബിക്ക് എന്ത് കാര്യം? നിങ്ങളെ കൊണ്ടുകൂടി നബിക്കൊരു ശല്യം. അത് അങ്ങനെ തന്നെയല്ലേ? നീന്താൻ കഴിയാത്ത 4 ആളെയും കൊണ്ട് ഒരു നീന്താൻ കഴിയണം പോകാനെന്ന് നിൽക്കാൻ കണ്ടത്. അവർക്ക് നീന്താൻ കഴിയൂല എന്നറിയാണെങ്കിൽ ഓൻ പിന്നെ എന്തെന്ന് നിങ്ങൾ പോയിക്കോട്ടോ, എനിക്കിപ്പോൾ അത്യാവശ്യം ബാപ്പ വരാൻ പറയണം, ഞാൻ പിന്നെ വരേണ്ടി അറിയില്ല. കാരണം ഇവര് 4 ആൾ തോള് തൂങ്ങിയാ പിന്നെ ഇവിടെ നീന്താൻ കഴിയൂ? അപ്പൊ പിന്നെ ഒറ്റ കോലല്ലേ നല്ല? പിന്നെ എൻ്റെ ഒപ്പം പോരി എന്തിനാ പറയണത്? എനിക്കുള്ള നീന്തി അക്കരക്ക് എത്തിക്കാൻ കഴിയും, എൻ്റെ ഒപ്പം കൂടിക്കൊളി. അപ്പൊ കുറച്ചാളുകൾ പറയാം മൂപ്പർക്ക് എന്തോ ലാഭത്തിന് പറയാം. അതാണ് ആയത്തിന്റെ ശൈലി. ലഖദ് ജാഅക്കും, അർത്ഥം പക്കട ചെങ്ങ. എന്തിന്റെ അർത്ഥം? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ. അവിടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നോട്ടോ പരസ്യമൊക്കെ കണ്ടുവരുന്നു. അപ്പൊ ചില ആളുകൾ തർക്കിക്കാൻ വന്നത് അങ്ങനെയല്ല, മറ്റു പോയിക്കോളി, പറ്റൂ, നിങ്ങൾ പോയിക്കോളി. എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എങ്ങന്മാരെ എന്ന് പറയും പോലെ എന്റെ അപകടം മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇപ്പം ട്രാൻസ്ഫോമറിന്റെ താഴെ 2 എല്ലും കൊടുക്കും, അപായൊന്നും കൊടുക്കും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആരും വരണ്ടോ ട്രാൻസ്ഫോമർ പൊളിഞ്ഞാടുന്ന അതിന്റെ അർത്ഥം മനസ്സിലായില്ല? ട്രാൻസ്ഫോമറിന്റെ അടിയിൽ കൊടുക്കുമല്ലോ എടാ എന്ത് ഒരു ചുവന്ന ബോർഡിൽ ഒരു 2 എല്ലും കൊടുക്കും, അപായം എന്ന് എഴുതി കൊടുക്കും. അതിന്റെ അർത്ഥം എന്താ? അങ്ങോട്ട് ആരും വരരുതിട്ടാ, വന്നാൽ ട്രാൻസ്ഫോമർ പൊളിഞ്ഞാടുവേ, അതതിന്റെ അർത്ഥം അല്ല. ട്രാൻസ്ഫോമറിനൊരു ചുക്കും വരില്ല. ഇജ്ജ് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ തടി കേടാവും, ഇജ്ജ് ബാക്കി ഉണ്ടാവില്ല. ഇതല്ലേ ഇതിന്റെ അർത്ഥം? നിങ്ങൾ കണ്ട് നബിന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ നബിക്കൊരു ചുക്കും വരൂല. ആ ട്രാൻസ്ഫോമറിന്റെ താഴെ അപാരം എഴുതിച്ചതാണ് അടുത്തായത്. നബി ഒരു മാണിക്കല്ലാന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ലേ? ഫഖുൽ ഹസ്ബി അല്ലാ, നിങ്ങൾ പോയിക്കോളി. അതല്ലേ ആ പറഞ്ഞ വർത്താനത്തിന്റെ അർത്ഥം. അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. റബ്ബുൽ അർശിൽ അദീമായ റബ്ബ് അയച്ച ആളാണ് ഞാൻ. നിങ്ങൾ പോയിക്കോളി. നിങ്ങൾ ഇന്നെ മാണിക്കല്ലാന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നേട്ടം. ഞാൻ അപായാണെന്ന് മനസ്സിലാക്കിയ നിനക്ക് തടി വാക്യവും. അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. ലഖദ് ഈ ഒരൊറ്റ ആയത്ത്, ഈ ആയത്തിൽ ഇവിടെ മുന്തിക്കണ ആര്യ റസൂലല്ലേ? ലഖദ് ജാഅക്കും, ഇങ്ങക്കൊരു മാണി. ഇത് അള്ള പറഞ്ഞുതരാതെ നമുക്ക് തിരില്ലല്ലോ ഇത് മാണിക്കല്ലാണ്. അള്ളന്നെ ഖുർആൻ നിറച്ച് പറഞ്ഞുതരാ ഇത് മാണിക്കല്ലാണ്. അത് നമ്മൾ പറയത് പോസ്റ്റ്മാനാണ്. ഇത് സുന്നത്ത് കാണിച്ചു തരാൻ വന്നതാണ്. ഇത് മാണിക്കല്ലാണ്. ഈ മുതൽ ലഖദ് ജാഅക്കും
റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. ഈ മനുഷ്യൻ വന്നാലേ നിങ്ങൾ നിസ്കരിക്കുള്ളൂ, നോമ്പ് വെൽക്കുള്ളൂ എന്നൊന്നല്ല എന്തെത്തി നിസ്കാരം ചെയ്യുന്നത്. എന്നാൽ മക്കത്തെ വന്നു കുടുംബത്തെ നുബൂവത്തിന് കിട്ടിയെടുത്താൽ എല്ലാവർക്കും നിസ്കാരം തുടങ്ങിക്കൊള്ളട്ടോ. നിസ്കാരം എന്നാണ് പറയുന്നത്. നിസ്കാരം എന്ത് നോമ്പ്, എന്ത് സക്കാത്ത്, എന്ത് ഹജ്ജ് ഇതൊക്കെ ചെയ്തു തന്നാവോ? എവിടെ നിന്നാ? വ്യഭിചരിക്കാനായിട്ട് മക്കത്ത് തോന്നൂലില്ലേ? എൻ്റെ സൂചനയൊക്കെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു. വ്യഭിചരിക്കാനായിട്ട് മതിയെന്ന് തോന്നൂലില്ലേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പറയാനിട്ട് കാര്യമില്ല. മനസ്സിലാവുണ്ട്. പറഞ്ഞതൊന്നും ഒരു മർമ്മപ്പെട്ട കാര്യമല്ല. റസൂലാണ്.